ഹലോ ഗൈസ്, ഇറ്റ്സ് പ്രദീപ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മൾ പാട്രിയറ്റിന് പോവുകയാണ്. ഫസ്റ്റ് ഷോ പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ജോലി തിരക്കും അതിൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇന്നിപ്പോൾ എന്താ മണി 10:30 ഷോ ഉള്ളത് 11:45. അപ്പോൾ എന്തായാലും ഷോ കഴിയുമ്പോഴത്തേക്ക് ഒരു 2:30-3 മണി ആവും. എന്തായാലും നാളെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ഇറങ്ങിയതാണ് ടിക്കറ്റും എടുത്തുകൊണ്ട്. നമ്മളെ ശരത്തും ഉണ്ട്, പിന്നെ നമ്മളെ ഇൻട്രോവർട്ട് ചങ്കും ഉണ്ട്. എന്തൊരു പറയാ, അവൻ മുഖം കാണിക്കില്ല എന്ന് തന്നെ ഗൈസ്. അപ്പോൾ ഒരു വട്ടം കാണിക്കാം. അവൻ പറയണത് എൻ്റെ ചാനൽ നല്ല മോണിറ്റൈസ് ആയി കഴിഞ്ഞാലേ അവൻ്റെ ഫേസ് കാണിക്കുള്ളൂ എന്നാണ് അവൻ പറയണത്. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഇനി എന്താണ് പ്ലാൻ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഏകദേശം 2 മണിക്കൂറോളം ഉണ്ട്. നേരത്തെ ഇറങ്ങി. എന്തോ പരിപാടിയാടാ? 11 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞതാണ്. നീലയുടെ 10:30 വിളിച്ചിറക്കി വന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പം ഞാൻ ഒരു കട കാണിച്ചു കൊടുത്തു. ആ കടയിൽ കയറാന്ന് പറഞ്ഞപ്പോൾ അവന് പറ്റൂല. ഈ കടയിൽ കയറാന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കുന്നില്ല. ഗൈസ്, അപ്പോൾ എന്തായാലും നോക്കാം. അത് നല്ല പൈസ ആവുന്ന കടയാണ് ഗൈസ്. ഐസ് ബെഗ് എന്ന് പറയുന്ന ഒരു കട. അത് പറ്റൂല, നല്ല പൈസ ആവുന്നതാണ്. നല്ല പൈസ ആവും ഗൈസ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കയറാത്തത്. നമുക്ക് നേരെ ശംഖുവത്ത് പോവാം. എന്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 10:30 ആയുള്ളൂ. 10:30 പോയിട്ട് 11 മണിക്കല്ലേ അവിടെ പോയി. 11 മണിക്ക് അവിടെ നടന്നു. ആരടിച്ചോടിച്ചടാ? എനിക്ക് വേറെ ഒരു പല്ലും കൂടെ എൻ്റെ ഇടയിൽ കയറിയാണ്. അത് പറയും, എല്ലിൻ്റെ ഇടയിൽ കയറും പോലെ പല്ലിൻ്റെ ഇടയിൽ കയറണം എന്ന് പറയും പോലെ ആയിപ്പോയി ഗൈസ്. അവൻ്റെ പല്ലിൻ്റെ ഇടയിൽ കൂടി വേറൊരു പല്ല് വരണമെന്നാണ് അവൻ പറയണത്. എന്തൊരു പാടാ ഗൈസ്. അപ്പോൾ ഇനിയിപ്പം നേരെ കരമനെ പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ച് തിയേറ്ററിൽ പോകാൻ പോവുകയാണ്. എന്തായാലും ഇത്തിരി നേരത്തെ ഇറങ്ങിപ്പോയി. അവിടെ കയറ്റമില്ലേന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി നേരത്തെ ഇരുന്ന് കണ്ടിട്ട് വരാമെന്നാണ് പ്ലാൻ. എന്തായാലും ഫസ്റ്റ് ഷോയും റിവ്യൂയും കാര്യങ്ങളൊന്നും നടന്നില്ല, സോറി. അപ്പോൾ ഇനിയിപ്പം എന്തായാലും കരമന പോയി ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ കരമന വന്നിരിക്കുകയാണ്. ജ്യൂസ് കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ജ്യൂസ് ഓർഡർ ചെയ്യാം. കറക്റ്റാണ് ഗൈസ്. അങ്ങനെ ജ്യൂസ് കടയിൽ നിൽക്കുകയാണേ. എന്തിനാണ് ഓർഡർ ചെയ്യണേന്ന് നമ്മൾ നോക്കുകയാണ്. എന്തിനാ പറയാടാ ഗൈസ്? എന്തായാലും നല്ല കൺഫ്യൂഷനാണ് എന്താണ് പറയട്ടേന്ന്. അവർ രണ്ടുപേരും ഫ്രൂട്ട് സർബത്ത് പറഞ്ഞ് ഞാൻ എന്താണെന്ന് നോക്കിയാണ്. ചേട്ടാ, ഈ ബിരിയാണി ഷേക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആയിട്ടാണ് ഗൈസ്? എന്തായാലും ബിരിയാണി ഷേക്ക് എന്ന് പറയുന്ന സംഭവമാണ് ഞാൻ ഓർഡർ ചെയ്തത്. എങ്ങനെ സെറ്റായിരിക്കും ബിരിയാണി ഷേക്ക്? ഇന്ന് തണുപ്പുണ്ടാടാ? നല്ല തണുപ്പാ. അതാ പാലായിരിക്കും തണുപ്പ് ഗൈസ്. അപ്പോൾ എന്തായാലും ബിരിയാണി ഷേക്ക് ഓർഡർ ഗൈസ്. എന്നിട്ട് കാണാം ഗൈസ്. ഇതാണ് ഗൈസ് ബിരിയാണി ഷേക്ക്. ജെംസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ജെംസ് എടുത്തത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഓയിലല്ല, ഒരു സ്പൂൺ വേണമെന്നാണ് തോന്നുന്നത്. സ്പൂൺ ചോദിച്ചു നോക്കാം. സ്പൂൺ വേണമെന്നാണ് സംഭവത്തിന് സ്പൂൺ വേണമെന്നാണ് തോന്നുന്നത്. സംഭവം ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. സംഭവം ഫസ്റ്റ് ജംസ് കിട്ടും കോമഡി ആയിട്ട് തോന്നിയിട്ട് അടിപൊളിയാട്ടാ. കൊള്ളാടാ. അടുത്ത പ്രാവശ്യം വാങ്ങിക്കാം. അപ്പം എന്തായാലും കുടിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ ബിരിയാണി ഷേക്ക് കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. സംഭവം അടിപൊളിയാണ് കേട്ടാ. നല്ലൊരു ബെസ്റ്റ് ട്രൈ ഷേക്ക് തന്നെ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ തിയേറ്ററിലോട്ട് പോവുകയാണ്. നമുക്കൊരു അബദ്ധം പറ്റി. നല്ല ടൈം ഡിലേ ആയി. നമ്മൾ ടൈം ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ നിന്നിട്ട് ഇന്ന് കുറേ സമയം പോയി. അപ്പോൾ സമയം
11:15 കഴിഞ്ഞു. ഇനി ഉടനെ നമ്മൾ നേരെ തിയേറ്ററിലോട്ടാണ് പോകുന്നത്. അപ്പം കാണാം ഗൈസ്, തിയേറ്ററിൽ പോയിട്ട് കാണാം. ഗൈസ്, തിയേറ്ററിൻ്റെ അണ്ടർ പാസിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇതുവഴി വന്ന് ഞാൻ പകൽ വന്നാലും ഇതുവഴിയാണ് പറഞ്ഞത്. സത്യം കേട്ടറാ, പകൽ വന്നാലും ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. മാളിൻ്റെ അകത്ത് ഫ്രണ്ടിൽ കൂടി വരില്ല, ബാക്കിൽ കൂടി വരുള്ളൂ. ഗൈസ്, ലിഫ്റ്റ് വന്നിട്ടുണ്ട്, എന്തായാലും കയറാം. 3 അല്ലേടാ? ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ കയറണേ. സ്ക്രീൻ 4 ആണ് നമ്മളത്. ശരിക്കും പറഞ്ഞാൽ ഏത് സ്ക്രീനെന്ന് പോലും ഞാൻ നോക്കിയില്ല. സീറ്റ് കണ്ട് നേരെ എടുത്ത്. ഞാൻ ഇതിനു മുമ്പ് ഫസ്റ്റ് എടുക്കാൻ പോയത് കൃപയിലാണ്. കൃപയിൽ 10 മണിക്കുള്ള ഷോ എടുക്കാൻ നേരത്ത് 3 സീറ്റ് കറക്റ്റ് ഉണ്ടായിരുന്നു ബാക്കിലോട്ട്. അതെടുക്കാൻ നേരത്താണ് സംഭവം അത് പിന്നെ നേരെ ഇവിടെ സെലക്ട് ചെയ്യാണ് ചെയ്തത്. ഏത് ആർടെക്കിൽ വരാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ എന്തായാലും കാണാം ഗൈസ്. എന്തോ കാര്യമായിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അവന്മാർ. ഗൈസ്, അങ്ങനെ പാട്രിയേറ്റ് അല്ലേ, പാട്രിയേറ്റ് കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ശരത്തിൻ്റെ അടുത്തൊന്ന് റിവ്യൂ ഒന്ന് കേട്ട് നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും അവൻ്റെ അടുത്ത് കേട്ട് നോക്കാം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന് കുറച്ച് പോർഷനേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും കൊള്ളാം. ഇഷ്ടപ്പെട്ടാ ഗൈസ്? അവന് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ട് 1 വാച്ച് മൂവിയാണ്. ഇനി വന്ന് കണ്ടാൽ ഞാൻ ഉറങ്ങും. ഉള്ള കാര്യം പറയും, ഇനി പടം കണ്ടാൽ ഞാൻ ഉറങ്ങും. എന്തായാലും ഇനി ഞാൻ ഈ സിനിമ ഒരിക്കലും ഇതിലും കാണൂല, OTT വരുമ്പോഴും കാണൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉറങ്ങും. 1 ടൈം വാച്ച് മൂവിയാണ്. പിന്നെ എനിക്ക് ഈ മോഹൻലാലിൻ്റെ പറയാൻ പറ്റൂല, നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വ്ളോഗിലൂടെ വരും, ഇല്ലെങ്കിൽ ഇതിവിടെ തീരും. അടുത്തെന്ത് പരിപാടിയാണ് എൻ്റെ? എന്നാലും ഒന്ന് പറ, എന്തെങ്കിലും പറ. എന്തോ പരിപാടി? നമുക്ക് അവിടെ ശങ്കുത്ത് നിന്നിരിക്കാനില്ലേ, പോയിട്ട് വരാ ഇല്ലേ? ചായ കുടിക്കാടേ. ഇനി എവിടെ പോവാം? അപ്പോൾ ഇനി ഒരു ചായ കുടിക്കാൻ പോവുകയാണ്. എപ്പോഴും ഉള്ളത് തന്നെയല്ലേ, ചായ കുടിക്കാം. വേറെ പ്ലാനിങ് മാറ്റമൊന്നുമില്ല. പേടുവാ അല്ലേടാ? നീ വരോടേ ഗൈസ്? അപ്പം നമ്മൾ 2 ഉള്ളൂ. അവൻ പോകണമെന്നാണ് പറയണത് വീട്ടിലോട്ട്. വയസ്സുണ്ടല്ലേടാ? നമ്മളങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലിഫ്റ്റിന് താഴോട്ട് പോയിക്കൊണ്ടു. വീണ്ടും അണ്ടർഗ്രൗണ്ട് എത്തി, അണ്ടർ പാർക്കിംഗ് എത്തി. പൈസ അങ്ങനെ നമ്മളെ പതിവ് കടയിൽ വന്നിരിക്കുകയാണ്, പേടുള്ള. ഇപ്പം മണി 3:30 ഇനി നേരെ വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇനി വേറെ ഒരു പരിപാടിയില്ല. ഇവിടെ നേരെ ചായയും കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. കണ്ടില്ലേ, അവൻ്റെ പരിപാടി തുടങ്ങി. അവനെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. ഈ 3:30 സ്വീറ്റിനെ കഴിക്കുന്നവനാണ് അവൻ. ഇതൊരു മനുഷ്യരല്ലേ. അവനും 2 പേരും ഈ 3:30 സ്വീറ്റിനെ കഴിക്കുന്നത്. അമ്പോ, എനിക്ക് വേണ്ടത് കാണുമ്പോൾ തന്നെ പേടിയാവും. എന്തോടാ, എങ്ങനെ ഉണ്ടോ സ്വീറ്റിനാ? കൊള്ളാവോ? ഓർ മാതിരി അല്ലേ? അതല്ലേ ജാമു.
പണ്ടത്തെ അവർ രണ്ട് കട്ടനാണ് ഗൈസ് കുടിക്കുന്നത്. ഞാൻ ചായ വാങ്ങാനാണ് പ്ലാൻ.